എൻ്റെ പേര് റോയി. ഞാൻ ഇടുക്കി വാഴത്തോപ്പിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നു കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഇവിടെ ഏകദിന കൺവെൻഷൻ വന്ന്. അന്ന് ഇവിടുന്ന് ഞാൻ വെഞ്ചരിച്ച് ഉപ്പും ആനാമുള്ളവും തേനൊക്കെ കൊണ്ടുപോയിരുന്നു. അന്ന് വീട്ടിലാണെങ്കിൽ വർഷങ്ങളായിട്ട് പാമ്പ് ശല്യമായിരുന്നു. ഈ വെള്ളിക്കട്ടൻ വൈകിട്ട് രാത്രി ഒരു 7 മണി കഴിയുമ്പോഴത്തേനും ഭിത്തിയെക്കൂടെ വരും. ഒന്നും രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും. എന്നും തല്ലിക്കൊല്ലുന്നതാണ് പരിപാടി. പക്ഷേ ഇത് ഉപ്പ് വിതറിയും ഹന്നാമളം തിളയ്ക്കുകയും ചെയ്തതിനു ശേഷം 13 മാസമായിട്ട് ഇന്ന് വരെ വീട്ടിലൊരു പാമ്പോ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് പാമ്പ് വരുമെന്ന് പറയുന്നത്. അതും ഒരു ദിവസം തന്നെ 2 എണ്ണത്തിലേക്ക് കൊല്ലുന്ന പറയുന്നത് വെള്ളിക്കട്ടൻ. ഡെയിലി വരുമായിരുന്നു. ഡെയിലി വർഷങ്ങളായിട്ട് അതാണ് ഈ വെഞ്ചരിച്ച് കല്ലുപ്പ് കയറിയപ്പോൾ മാറിപ്പോയി. പിന്നെ ഞാനൊരു തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ മദ്യപിക്കുക. എൻ്റെ അപ്പം മദ്യപിക്കുമായിരുന്നു. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ മദ്യം കഴിക്കുമായിരുന്നു. എൻ്റെ മൂത്ത അമ്മാവൻ എന്നെ കൂട്ടിക്കൊണ്ട് ചാരാ ഷാപ്പിൽ കൊണ്ടുപോയി മദ്യം മേടിച്ചു വരുമായിരുന്നു. അവിടുന്ന് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ വീട്ടിൽ പണിയെത്തുമ്പം വീതക്കൾ കിട്ടും. അവിടുന്ന് അങ്ങനെ കഴിക്കുമായിരുന്നു. കഴിച്ച് ലാസ്റ്റ് ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പൻ്റെ അനിയൻ ഷാപ്പ് നടത്തുന്നുണ്ട് പാലക്കാട്. 8.5 വർഷക്കാലം ഞാൻ ആ ഷാപ്പിലായിരുന്നു. 22 വയസ്സായപ്പോഴത്തേക്കും രാവിലെ മദ്യം കിട്ടിയില്ലെങ്കിൽ പരവശമായിരുന്നു. രാവിലെ തന്നെ കിട്ടണമായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മാറി പിന്നെയും നിർത്തണമെന്ന് ആഗ്രഹം പറഞ്ഞ് ധ്യാനങ്ങൾ കൂടിയായിരുന്നു. ഒത്തിരി ധ്യാനം കൂടി ഒരു 15 ദിവസം 20 ദിവസത്തിനുള്ളൊന്നും എനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇവിടെ വന്ന് അത്ഭുതജപമാല കൂടുകയും ഡിസംബർ മാസം താമസിച്ച് ധ്യാനം കൂടുകയും ചെയ്തിരുന്നു. അതിൻ്റെ പോലെ 6 മാസമായിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമായിരുന്നു. 6 മാസമായിട്ട് പൂർണ്ണമായിട്ടും ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി. ഞാനിത് കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ. അപ്പം അങ്ങനെ കുടിക്കാനേ തോന്നേ ഇല്ല അല്ലേ? കുടിക്കാൻ തോന്നിയില്ല. മണം അടിച്ചാൽ എനിക്കെന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പ്രൈവറ്റ് ബസ് വലിയ വിടുതലാണ് ഈ മേഖലയിൽ നമ്മുടെ ധ്യാന സെൻറ്ററിൽ നിന്ന് കിട്ടുക കേട്ടോ. കാര്യങ്ങളടിച്ച് നന്ദി പറയാൻ വലിയ സാക്ഷിയാണ് കേട്ടോ.